എറണാകുളത്ത് നമുക്കറിയാം അവിടെ CPI-CPM തർക്കം നടക്കുന്ന നഗരസഭയായി ഈ തൃക്കാക്കരയിൽ അല്ലെ അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. CPI സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി നിലനിൽക്കുന്നു. സീറ്റ് വിഭജനത്തിൽ തീരുമാനമാകുന്നതുവരെ പ്രചാരണ പരിപാടികളിൽ CPIM-നോടൊപ്പം സഹകരിക്കേണ്ട എന്നാണ് CPI-യുടെ തീരുമാനം. ഇന്നലെ തൃക്കാക്കരയിൽ നടന്ന LDF പ്രചാരണ ജാഥയിൽ നിന്നും CPI വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയാൽ വിശദമായ റിപ്പോർട്ടിലേക്ക്. തൃക്കാക്കരയിൽ ഹെൽത്ത് സെന്റർ, സഹകരണ റോഡ് എന്നീ വാർഡുകളെ ചൊല്ലിയാണ് LDF-ൽ തർക്കം. ഈ രണ്ട് വാർഡുകളും കൈവിടാൻ CPIM തയ്യാറല്ല. ഇന്നലെയും CPIM ജില്ലാ സെക്രട്ടറിയും CPI ജില്ലാ സെക്രട്ടറിയും തമ്മിൽ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. ചർച്ചയിൽ തീരുമാനമായ ശേഷം മതി CPM-നൊപ്പമുള്ള സഹകരണമെന്നാണ് CPI-യുടെ നിലപാട്. ഇതേ തുടർന്ന് തൃക്കാക്കരയിൽ ഇന്നലെ നടന്ന LDF പ്രചാരണ ജാഥയിൽ നിന്ന് CPI വിട്ടുനിന്നു. ചർച്ചകൾ തുടരുന്നതിനാലാകാം CPI വിട്ടുനിന്നതെന്നും CPI കൂടെ ചേർത്ത് മുന്നോട്ടു പോകാനാണ് CPIM ശ്രമിക്കുന്നതെന്നും തൃക്കാക്കര CPM ഏരിയ സെക്രട്ടറി AG ഉദയകുമാർ പറഞ്ഞു. നമ്മൾ ഇതിൻ്റെ അകത്ത് മറ്റൊന്നുമല്ല നോക്കിയേക്കണം. CPIയും ജയിക്കണം, CPM-ഉം ജയിക്കണം, NCPയും ജയിക്കണം, കോൺഗ്രസും ജയിക്കണം. ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സീറ്റുകളെല്ലാം വിജയിക്കാൻ കഴിയാവുന്ന രീതിയിൽ അവർക്ക് അല്പമെങ്കിലും സ്വാധീനങ്ങളുള്ള സ്ഥലങ്ങൾ നോക്കി തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം അത് ജാഗ്രത. ഞങ്ങളുടെ സീറ്റുകളിലുണ്ടല്ലോ, ഞങ്ങൾ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ പഴയ കാലത്ത് തുടർച്ചയായി മത്സരിക്കണോ പുതിയ മുഖങ്ങൾ വരണം, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന ചർച്ചയുടെ ഭാഗം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി പല ചർച്ചകൾ നടക്കും. അത് നിങ്ങൾ ചിലപ്പോൾ വിവാദങ്ങളാക്കും, ഞങ്ങൾക്കത് സംവാദങ്ങളായി മാറാണ് പതിവ്. വാർഡ് വിഭജനത്തെ തുടർന്ന് അത്താണി വാർഡിലെ ഭൂരിഭാഗം പാർട്ടി വോട്ടുകളും ഹെൽത്ത് സെന്റർ വാർഡിലാണ് പോയിരിക്കുന്നതെന്നും ഈ വാർഡ് കൈവിടാനാകില്ല എന്നുമാണ് CPI-യുടെ നിലപാട്. മുൻപുണ്ടായിരുന്ന മാമ്പിളിപ്പറമ്പ് വാർഡിൽ ഉൾപ്പെട്ടിരുന്ന വോട്ടുകൾ മിക്കതും പുതുതായി രൂപം കൊണ്ട സഹകരണ വാർഡിലേക്കാണ് എത്തിയത്. അതുകൊണ്ട് ഈ വാർഡും വേണമെന്നാണ് CPI-യുടെ ആവശ്യം. സീറ്റ് വിഭജനത്തിൽ ധാരണയാകാത്തതിനാൽ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകുകയാണ്. ക്യാമറാമാൻ ജിതിൻ ജോസിനൊപ്പം സൈഫുന്നിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.